ടച്ചോനെ എന്നാ ഒരുങ്ങിക്കോളി മക്കളെ. ഇത് റമദാനാണ്, ഇനി അടുത്ത് ഷവ്വാലാണ്. ഷവ്വാലിൽ ഇനി വരുന്ന ഷവ്വാല് ഇതുവരെ കഴിഞ്ഞ ഷവ്വാലൊന്നും അല്ല ഇനി വരാൻ പോണതെന്നാണ്. ഷവ്വാലില് മടവൂർ സി എം വലിയുള്ളാൻ്റെ ആണ്ട് നടക്കലുണ്ട്. പിന്നെന്താണ്, മടവൂർ സി എം വലിയുള്ളാൻ്റെ ആണ്ട് നടക്കലുണ്ട്. അത് ബലി ഉഷാറായിട്ട് നടത്തുന്നുണ്ട് എന്നാ തോന്നുന്നത്. ഇനി വേറെന്താ നോക്കുക, ഒന്ന് പറയട്ടെ. ഷവ്വാലിൽ ശൈഖുനാ മടവൂരിന്റെ മദ്ഹുവായിട്ട് നമുക്ക് ഇറങ്ങാനുണ്ട്. അത് ശരിയാ. ശൈഖുനാ മടവൂർ സി എം വലിയുള്ളാൻ്റെ ആണ്ടിൻ്റെ സമയമാണ് ഷവ്വാല് 4. അതിലിപ്പോൾ മടവൂരിൻ്റെ മധുവായിട്ട് ഇറങ്ങാണ്ട് എന്നാണ്. ഇനി വേറെന്തൊക്കെയാ നോക്കുക. ശൈഖുനാ മടവൂരിന്റെ മധുവായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ മടവൂരിൽ നിന്ന് നിന്ദിക്കാൻ ഇവിടെ ഇറങ്ങി പുറപ്പെട്ട കുറച്ച് സംഘമുണ്ട്, ഉപജാഗപ സംഘം. ടച്ചോനെ അങ്ങനെ സംഘം ഉണ്ടോ? മടവൂരിനെ നിന്ദിക്കാൻ വേണ്ടി കൊണ്ടിറങ്ങി തിരിച്ച ആൾക്കാരുണ്ടോ? ഓരെ വിടാൻ പറ്റൂല. അതാരാണെങ്കിലും ഓരെ വിടാൻ പറ്റൂല. അത് നമുക്ക് ചൊവ്വാലാകണമെന്നൊന്നുമില്ല, റമദാനിൽ തന്നെ പിടിച്ചാലോ. ഇതിനെ ചൊവ്വാലാകാൻ കാത്തിക്കണം. മടവൂരിനെ നിന്ദിക്കാൻ ഇറങ്ങിയ ആൾക്കാരെ നമുക്ക് ചൊവ്വാലാകാൻ കാത്തിക്കണമെന്നൊന്നുമില്ല. അതന്നെ, അതിനൊക്കെ നശിപ്പിച്ച് പൂർത്തിയാക്കി ഇവിടെ തീർക്കേണ്ടി തന്നെ. അതിനുള്ള പ്രത്യേക ഇറക്കം തന്നെ ഈ ഷവ്വാലിന്. അത് ചെറിയ ഇറക്കല്ല, അതേ നിങ്ങൾ കണ്ടിട്ട് ഷവ്വാലല്ല, അടുത്തിരി വരുന്ന ഷവ്വാൽ അത് 1.5 ഇറക്കമുള്ള ഷവ്വാലാ. ശൈഖുനാ മടവൂരിനെ നിന്ദിച്ച് ശൈഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനൊക്കെ ഉണ്ടോ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കുന്ന ഷവ്വാല വരുന്നത്. അത് ശരി. അപ്പൊ മടവൂരിന്റെ മധുഹല്ല പറയണത്, മടവൂരിന്റെ മാസത്തില് അല്ലേ? മടവൂര് വഫാത്തായ മാസം ഷവ്വാലിൽ എന്ത് ചെയ്യാണ്? കവലകളായ കവലകളിൽ മുഴുവൻ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് നോക്കാനുള്ള ശ്രമത്തിലാണ് ഇനി ഇതുവരെ കണ്ട ഷവ്വാലിലൊന്നും അല്ലങ്ങളുള്ളത്. അതാണ് ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായത്. ഒരാളെയും വിടൂല. ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കല്ലേ, ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട. പരിപാടി മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇനി വലിയത് വരാണ്ട്. അതൊക്കെ പിന്നെ ഇനി ഷവ്വാലിൽ പുറത്തേക്ക് വിടും. നിങ്ങളിപ്പോൾ തന്നെ പേടിക്കല്ലിന്ന്. അപ്പോൾ കുത്തിത്തിരിപ്പാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രശ്നം ഉണ്ടാക്കൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രശ്നം ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് റമദാനിൻ്റെ ആദ്യത്തെ 10 തന്നെ അണികളെ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് അണികൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഷവ്വാലാവട്ടെ, നിങ്ങളിപ്പം ഉണ്ടല്ലേ, നിങ്ങളിപ്പോൾ കുറച്ച് ഖുർആനൊക്കെ ഓതിക്കോളിയും, ഇപ്പോൾ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലിക്കോളിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഷവ്വാലാവട്ടെ. ഷവ്വാലായിട്ട് ഇപ്പം നമ്മൾ ഈ റമദാനിൽ ചെയ്തത് മുഴുവൻ നമുക്ക് ഓൽക്ക് കൊടുക്കണം. ഷവ്വാലിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഈ റമദാനിൽ നിന്ന് നിസ്കരിച്ച നിസ്കാരങ്ങൾ 10 ഖത്തമൊക്കെ ഓതിയാലോ, ഹസനി ഉസ്താദ് അടക്കം 10 ഖത്തം ഓതിയാലോ. ഇങ്ങനെ ഓതിയ ഖത്തമൊക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യുക, ഷവ്വാലിൽ എന്ത് ചെയ്യുക, ഓൽക്ക് അങ്ങോട്ട് കൊടുക്കാം. അണികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണേ. കവലകളായ കവലകളിലും എല്ലാ ഇടങ്ങളിലും നമുക്ക് എന്ത് ചെയ്യണം? നല്ലോണം പറയണം. നല്ലോണം അതും എന്തൊക്കെ നമുക്ക് തൊള്ളിയിൽ വരുന്നത്. അത് തൊള്ളിയിൽ വന്നാണല്ലോ ഇപ്പോൾ ഈ പറയണത്. തൊള്ളിയിൽ വന്നത് അങ്ങനെ പറയണം. ഇതാണ് അണികൾക്ക് എന്ത് ചെയ്യണത്? ആദ്യത്തെ 10 ഷെയ്ഖ് നിർദ്ദേശം കൊടുക്കുക. നിങ്ങൾ പേടിക്കല്ലേ. നിങ്ങളെന്തിനാ പേടിക്കണ്? ചെറിയ ഡോസേ വന്നിട്ടുള്ളൂ, നിങ്ങൾ പേടിക്കല്ലേ. ആർക്കാ പൊന്നാര കുഞ്ഞു ഇവിടെ പേടി? ഇവിടെ നിങ്ങൾ പിന്നെ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സുൽത്താനുൽ ഉലമ, മൗലാന പേരോട് ഉസ്താദ്, പൊന്മള ഉസ്താദ്, ഇങ്ങനെ ഖലീൽ ബുഖാരി തങ്ങൾ, ഇങ്ങനെ ഹക്കീം അസ്സേരി, ഇങ്ങനെ തുടങ്ങി അനവധി പണ്ഡിതന്മാരുടെ വീഡിയോകളല്ലേ നിങ്ങൾ കാണിക്കാൻ പോണത്. ഒന്നിരിക്കലും വേണ്ട. AP ഉസ്താദിൻ്റെ സുലൈമാൻ ഉസ്താദ്, അതാണുള്ള ഹെഡ്. AP ഉസ്താദിൻ്റെയും സുലൈമാൻ ഉസ്താദിൻ്റെയും വീഡിയോ ഫോട്ടോ കാണിക്കണം അല്ലേ? ഇതിലൊന്നും സുന്നി മക്കൾക്ക് നിങ്ങൾ എങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല. സുന്നി മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കാന്തപുരം ഉസ്താദിനെ ചിത്രനാക്കിയാണ് നിങ്ങൾ കാണിച്ചു. ഞങ്ങളെ സംബന്ധിച്ചത് വിഷയമല്ല. പിന്നല്ലേ നിങ്ങളിങ്ങനെ പിന്നെ അവിടെ ചെന്നു, ഇവന് പൂമാലിട്ട് കൊടുത്തു. ഇപ്പം ഇയാൾക്ക് പൂമാലിട്ട് കൊടുത്താണ് ഇനി കാണിക്കാനുള്ളത്. ഇയാൾക്ക് മാലിട്ട് കൊടുത്തത് ആർക്ക്? ഹാഫിദിന് മാലിട്ട് കൊടുത്തത്. എന്നിട്ട് ഹാഫിദിനോട് പറയാണ്, തെറ്റ് പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം, ഞങ്ങൾ പുറത്താക്കുകയും ചെയ്തു, അത് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് വീഡിയോകൾ ആയിക്കോട്ടെ, അതുമൊക്കെ പുറത്തു കൊടുത്തോളി. എന്നിട്ട് എന്താ ഇവിടെ വരാൻ പോണത്? എന്നിട്ട് ഇവിടെ എന്തൊക്കെ വരാൻ പോണത്? ഒന്നും വരാൻ പോണില്ല. ഇതൊക്കെ ഇതിൻ്റെ മുന്നേ എത്ര കഴിഞ്ഞു?
ഒരു കുഞ്ഞേമതും ഒരു പമ്പൈസും ഒരു നൗസും ഇതിനേക്കാൾ ഇവരൊക്കെ 10 കൂടിയതാണ് മുസ്തഫൽ ഫൈസി അറിയണത്. അത് പോയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിരുന്നില്ലേ. എന്നിട്ട് എന്താ ഉണ്ടായിരുന്നത്? കക്കാട് മുഹമ്മദ് ഫൈസി എന്ന് പറഞ്ഞത് ആരായിരുന്നു അറിയോ? ഒരു കാലഘട്ടത്തിൽ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത്, ഈ മഅ്ദിനിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ ഞാനാണെങ്കിൽ അതേപോലെ തന്നെയാണ് കക്കാട് മുഹമ്മദ് ഫൈസി ഈ മഅ്ദിനിൻ്റെ മറ്റൊരു മേൽനോട്ടക്കാരനാകുന്നു. അങ്ങനെ മാത്രം പറഞ്ഞിരുന്നു. അങ്ങനത്തെ ആൾ പോയി. എന്നിട്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിനോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഓലൊക്കെ പോയ വൈക്കോല അങ്ങനെ കുത്തരുന്നു എന്നുള്ളൂ. പക്ഷെ അന്നെ പുറത്താക്കിയപ്പോൾ ഇജ്ജെന്ത് ചെയ്തു? ഇത് കുറച്ച് ഈ കുട്ടികൾക്ക് ഈ മരക്കൾ കുറ്റം പറയണ മാതിരി കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെന്നുള്ളൂ. അത് ജനങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കണം. ബാക്കി പറയും. അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. ഒക്കെ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് എപ്പോഴാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ മദീനി മുലിയാമാരെ ഫിത്രയും ഈ ഫസാദും ഒരുപാട് ഔലിയ. ഹസനി ഉസ്താദിന് ഇജാസത്ത് കൊടുത്തിക്കണേ. ഹസനി ഉസ്താദിന് ഇജാസത്ത് കൊടുത്തിക്കണേ. സമ്മതത്തിന്റെ കുറവേ ഉള്ളൂ. അതല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് സമ്മതത്തിന്റെ കുറവേ ഉള്ളൂ. സമ്മതം കിട്ടിയാൽ ഉടനെ ഞങ്ങൾ പൊട്ടിക്കും. നൗഷോ അനക്കെന്നെ മുന്നിലിരുത്തിയിട്ട് പരസ്യമായിട്ട് സമ്മതം തന്നു. അജ്ജസത്തു ഇജാസത്തൻ കസീറത്തൻ ജിദ്ദ. നല്ല ഇജാസത്ത് തന്നിക്കണേ. നല്ലോണം അങ്ങോട്ട് പറഞ്ഞുകൂടെ ഒക്കെ ഞാൻ ഏറ്റെടുത്ത്. ഉയിഞ്ഞാങ്ങാൻ പോകുമ്പോൾ മറ്റേ ഈ അസ്മായിൻ്റെ ഉയിഞ്ഞാങ്ങാനൊക്കെ പോകുമ്പോഴേ അവിടുന്ന് നേതൃത്വം മറ്റേ അയാൾ പറയും അയച്ചു കൊണ്ടേ കുഴിച്ചിട്ടോ അതിൽ വരുന്ന വിഷയം ഞാൻ ഏറ്റവും അറിയില്ല. എന്ന മാതിരി ഇജാസത്തും കൊടുത്തു. അജ്ജസത്തു ഇജാസത്തൻ കസീറത്തൻ ജിദ്ദ. ഭയങ്കര ഒരു ഇജാസത്ത് അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? നൗസുവിന് പരസ്യമായിട്ട്. സമ്മതത്തിൻ്റെ കുറവേ ഉള്ളൂ പൊട്ടിക്കാൻ എന്നിങ്ങനെ പറഞ്ഞ് റമദാനിൻ്റെ മുമ്പ് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പോൾ അതാ റമദാൻ 10 തന്നെ, റമദാൻ 10ൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തു? ഹസനി ഉസ്താദിന് സമ്മതം കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഈ ആലിമീങ്ങളെ തമ്മിൽ ആലിമീങ്ങളെ പച്ച ഇറച്ചി കൊത്തിവലിക്കാൻ. ആലിമീങ്ങളെ പച്ച ഇറച്ചി കൊത്തിവലിക്കാൻ. എന്നാലേ ഇനി ഇജാർക്കൊരു വർത്താനം കേൾക്കണോ? ഇത് എന്ത് ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കണ വിട്ടിട്ടും കാര്യമല്ല. അതല്ല എനിക്ക് കേൾക്കേണ്ടത് കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച്. അതല്ല എനിക്ക് കേൾക്കേണ്ടത്. അത് ഒരു കാര്യമല്ല. ഒരു കാര്യമല്ല. കാരണം എന്തുകൊണ്ട്? 1980കളിൽ 1985കളിൽ 1986 87 കാലങ്ങളിലൊക്കെ വളരെയധികം വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 89-ന് ശേഷം ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. തമ്മാടിത്തരങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് ബോംബെ വേശ്യാലയത്തിൽ നിന്ന് പോരുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കള്ള് ഞാൻ പാർന്നു കൊടുത്ത് കാന്തപുരത്ത് ഉസ്താദിൻ്റെ റൂമിൻ്റെ നേരെ ബാക്കിലുള്ള കുപ്പികളൊക്കെ കള്ള് പാർന്നു കൊടുത്തിട്ടുള്ള കുപ്പിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നിട്ടും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. അതൊന്നും പറ്റൂല. ഉസ്താദ് അത് അലന്നശുറഹി ലക സ്വദറക് വവളൈന അൻക വിസ്റക അല്ലദീ അൻഖദ ളുഹ്റക വറഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. എനിക്ക് ശരിക്കും അറിയാലോ, തഫ്സീറുകളൊക്കെ എനിക്ക് ശരിക്കും അറിയാലോ അല്ലേ? അല്ലാഹു തആല ഉയർത്തിയ ഒരാളെ അതിനിച്ച് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഉയർത്തിയ ആളെ നമുക്ക് താഴ്ത്താൻ പറ്റും. ഏതുപോലെ? എൻ്റെ ശൈഖ് കാട്ടകള്ളനെ നിങ്ങളെല്ലാവരും പാടെ ഉയർത്തിയതാണ്. അത് ഞമ്മക്ക് താത്താൻ പറ്റും. ആ സമയത്ത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ജനങ്ങൾ ഉയർത്തിയതല്ല, അണികൾ ഉയർത്തിയതല്ല. അത് അള്ളാഹു ഉയർത്തിയതാണ്. അള്ളാഹു ഉയർത്തിയതിനെ അത് അണികൾക്ക് താഴ്ത്താൻ കഴിയൂല. കാന്തപുരം ഉസ്താദിനെ അള്ളാഹു ഉയർത്തിയതാണ്. അതിനെ താഴ്ത്താൻ ഒരു നൗഷാദല്ല, 10,000 നൗഷാദല്ല, 10,000 ഹാഫിളീങ്ങൾ വന്നാലും അത് കഴിയൂല. അത് അള്ളാഹു ഉയർത്തി കഴിഞ്ഞു. എന്നാൽ എൻ്റെ കാട്ടുകള്ളനെ നിങ്ങൾ 2-3 ആളുകൾ കവലകളായ കവലകളിൽ നടന്ന് ഇങ്ങനെ പ്രസംഗിച്ച് കണ്ട് ഉയർത്തിയതാണ്. അത് ജനങ്ങൾക്ക് താഴ്ത്താൻ കഴിയും. അത് മനസ്സിലാക്കിക്കോ. അള്ളാഹു ഉയർത്തിയ ഒരാൾക്ക് അള്ളാഹു ഉയർത്തിയതായ ഒരാളെ ആർക്കും താഴ്ത്താൻ കഴിയൂല. ജനങ്ങൾ ഉയർത്തിയതായ ആളുകളെ
അത് അള്ളാഹുവിനക്ക് താഴ്ത്താൻ കഴിയും. അത് നല്ലോണം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലിമീങ്ങളുടെ ദറജ, ആലിമീങ്ങളുടെ പദവികൾ അള്ളാഹു ഉയർത്തട്ടെ. ആലിമീങ്ങളുടെ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാ ഫസാദുകളും ഫിത്തനകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റമദാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ഫിത്തന ഇറക്കിയാലും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് അത് പ്രശ്നമേ അല്ല, അവരത് പ്രശ്നം ആക്കുകയും ഇല്ല. പക്ഷേ ഇതുപോലത്തെ എന്നെ പോലത്തെ ചില ആളുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ പറയും എന്നേ ഉള്ളൂ. ആ സമയത്ത് മേലുഘടകത്തിൽപ്പെട്ട ഒരാളും നിങ്ങളെ തിരിഞ്ഞു നോക്കുകയില്ല.